അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരുപാട് പരീക്ഷണങ്ങൾ നൽകിയേക്കാം. ഒരു ഭാഗത്ത് അല്ലാഹു പരീക്ഷണങ്ങൾ നൽകുമ്പോൾ മറുഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നു. പലപ്പോഴും പരീക്ഷണങ്ങൾ അനുഭവിക്കുമ്പോൾ എപ്പോഴും പരീക്ഷണമാണ് എന്ന സങ്കടം നമ്മൾ പറയുകയാണ്. എന്നാൽ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാൻ അല്ലാഹു ഇത്ര അനുഗ്രഹമെങ്കിലും എനിക്ക് തന്നിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ മജ്‌ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നീങ്ങാനും അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ അനുഭവിക്കാനും ആസ്വദിക്കാനും നമ്മുടെ ജീവിതത്തിൽ ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ ഒരു സെക്കൻഡ് പോലും ടെൻഷൻ അടിക്കേണ്ടി വരില്ല. അങ്ങനെ ജീവിക്കാനുള്ള അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അത്ഭുതകരമായ ഉപദേശങ്ങളുമാണ് ഈ മഹത്തായ മജ്‌ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏറെ ഉപകരിക്കുന്ന അത്ഭുതകരമായ ടിപ്സുകളാണ് ഇൻഷാ അല്ലാഹ്. ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും മജ്‌ലിസ് മുഴുവനായി കേൾക്കുക, ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. വാട്സപ്പിലൂടെ കമന്റിലൂടെ അല്ലാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക വിഷമങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും അല്ലാഹു തട്ടി മാറ്റട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദുനിയാവ്, ഈ ദുനിയാവ് ഒരു പരീക്ഷണത്തിന്റെ ലോകമാണ്, പ്രയാസത്തിന്റെ ലോകമാണ്, ടെൻഷനിന്റെ ലോകമാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതവും മരണവും സൃഷ്ടിച്ചിരിക്കുന്നത് ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു അമല, മനുഷ്യന്മാരെ പരീക്ഷിക്കാൻ വേണ്ടിയാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പോൾ പരീക്ഷണത്തിന്റെ ലോകമാകുന്ന ദുനിയാവിൽ പ്രയാസങ്ങൾ ഉണ്ടാകും, ഇടങ്ങേറുകൾ ഉണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാകും, ടെൻഷനുകളൊക്കെ ഉണ്ടാകും, സങ്കടങ്ങൾ ഉണ്ടാകും. ഇതൊന്നും ഇല്ലാത്തൊരു ദുനിയാവിനെ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. മധുരമില്ലാത്ത പഞ്ചസാര, പഞ്ചസാരയിൽ മധുരമില്ലെങ്കിൽ പഞ്ചസാര എന്ന് പറയാൻ പറ്റുകയില്ല എന്നതുപോലെ പരീക്ഷണങ്ങളില്ല എങ്കിൽ ദുനിയാവ് എന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്. അള്ളാഹുവിന്റെ അമ്പിയാക്കൾ അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട്. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ രോഗം കൊണ്ടാണ് പരീക്ഷിച്ചത്. ലൂത്ത് നബിയെ ഭാര്യയെ കൊണ്ടാണ് പരീക്ഷിച്ചത്. യാക്കൂബ് നബിയെ മക്കളെ കൊണ്ടാണ് പരീക്ഷിച്ചത്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വീണത് മുതൽ പരീക്ഷണങ്ങളാണ്, തുടർച്ചയായ പരീക്ഷണങ്ങൾ. ഒക്കെ നമ്മൾ ഒരുപാട് അറിഞ്ഞവരും കേട്ടവരും മനസ്സിലാക്കിയവരുമാണ്. പിതാവ് നഷ്ടപ്പെട്ടു, ജനിക്കുന്നതിന്റെ മുമ്പ് ചെറുപ്പത്തിലെ മാതാവ് നഷ്ടപ്പെട്ടു, പിന്നെ പട്ടിണിയും പ്രയാസവുമായി അങ്ങനെ കഴിഞ്ഞുകൂടി. ശുഅബ് അബീ താലിബിൽ 3 വർഷം ഉപരോധം ഏർപ്പെടുത്തപ്പെട്ടു. പിറന്നു വീണ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ചെന്ന് മദീനയിൽ 2 മാസം അടുപ്പ് പുകയാത്ത കാലഘട്ടമുണ്ടായിരുന്നു എന്ന് പരിശുദ്ധമായ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. ഇങ്ങനെ തുടങ്ങി റസൂലുള്ളാഹിന്റെ ആൺമക്കളൊക്കെ മരിച്ചു പോകുന്നു. ഇങ്ങനെ തുടങ്ങി ഒരുപാട് പരീക്ഷണങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് അമ്പിയാക്കൾ ഒഴിവല്ല, ഔലിയാക്കൾ ഒഴിവല്ല. അള്ളാഹുവിന് ഇഷ്ടം കൂടുന്തോറും, ഇഷ്ടം അള്ളാഹുവോട് ആത്മാർത്ഥത കാണിക്കുന്തോറും പരീക്ഷണത്തിന്റെ തീവ്രത വർദ്ധിക്കുമെന്നാണ് പരിശുദ്ധമായ ഹദീസ് നമ്മെ പഠിപ്പിച്ചത്. അപ്പൊ ഇത് പരീക്ഷണത്തിന്റെ, ടെൻഷനിന്റെ, പ്രയാസത്തിന്റെ, ദുഃഖത്തിന്റെ, സങ്കടത്തിന്റെ, ഇടങ്ങേറിന്റെ ലോകമാണ്. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് മുസ്തരീഹുൻ വ മുസ്തറാഹും ഫീഹി. 2 വിഷയങ്ങൾ പറഞ്ഞു. ഒന്ന് മുസ്തരീഹ്, മറ്റൊന്ന് മുസ്തറാഹും മിൻഹു എന്നാണ് പറഞ്ഞത്. സഹാബാക്കൾ ചോദിച്ചു, മൽ മുസ്തരീഹു യാ റസൂലല്ലാഹ് വമൽ മുസ്തറാഹു മിൻഹു യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടുന്ന് പറഞ്ഞു, ആ മനുഷ്യൻ ഒന്നിരിക്കൽ മുസ്തരീഹാണ് എന്ന് പറഞ്ഞാൽ അവന് റാഹത്തുള്ള ഒരു ലോകത്തേക്ക് പോയി. അപ്പൊ ഇത് റാഹത്തില്ലാത്ത ലോകമാണ്. ടെൻഷനിന്റെയും പ്രയാസത്തിന്റെയും സങ്കടത്തിന്റെയും ലോകത്തിൽ നിന്ന് സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ ലോകത്തേക്ക് പോയി എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയും. ഒന്നിരിക്കൽ അവൻ മുസ്തറാഹാണ്, ഒന്നിരിക്കൽ അവൻ മുസ്തരീഹാണ്, അല്ലെങ്കിൽ മുസ്തറാഹു മിൻഹു, അവൻ മോശമായിട്ടാണ് ഇവിടെ ജീവിച്ചതെങ്കിൽ അവന്റെ മോശത്തരങ്ങളിൽ നിന്ന് ആളുകൾ രക്ഷപ്പെട്ടു.
എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മയ്യത്തിന്റെ സമീപം നിന്നുകൊണ്ട് പറഞ്ഞു എന്ന പരിശുദ്ധമായ ഹദീസ്. അപ്പോൾ ഇത് ദുനിയാവ് എന്നുള്ളത് പരീക്ഷണത്തിന്റെ ഇടങ്ങേറിന്റെ ലോകമാണ്. ഇടങ്ങേറിന്റെ ലോകത്ത് നിന്ന് ഇടങ്ങേറില്ലാത്ത ലോകത്തേക്ക് പോയതുകൊണ്ടാണ് മരിച്ചയാളെ അല്ലാഹുവിന്റെ റസൂൽ മുസ്തരീഹ് എന്ന് വിശേഷിപ്പിച്ചത്. അപ്പൊ ഇങ്ങനെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ അല്ലാഹു നമുക്ക് പരീക്ഷണങ്ങളും ഇടങ്ങേറുകളും സങ്കടങ്ങളും ഒക്കെയും അല്ലാഹു നമുക്ക് നൽകുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങളെ നാം ചിന്തിക്കുന്നതിന്റെ കൂടെ അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വഇൻ തഅദ്ദു നിഅമത്തുല്ലാഹി ലാ തുഹ്സുഹാ, എണ്ണമറ്റ അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടില്ലേ. നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ കാണൂല, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കൂല. നമ്മളെക്കാൾ മറ്റുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നമുക്ക് കിട്ടാത്ത ഏതെങ്കിലും ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടുന്ന് പറയാണ്, 3 വിഷയം ഒരാൾക്ക് ലഭിച്ചാൽ, ഒരുപാട് അനുഗ്രഹമൊന്നും വേണ്ട, 3 വിഷയം ഒരാൾക്ക് ലഭിച്ചാൽ അവന് ദുനിയാവ് മുഴുവൻ നേടിയവനെ പോലെയായി. അല്ലാഹുവിന്റെ റസൂൽ ഇവിടുന്ന് പറയാണ്, മൻ അസ്ബഹ മുആഫൻ ഫീ ബദനിഹി, ഒരാൾക്ക് ആരോഗ്യം ലഭിച്ചു. അതുപോലെ ആമിനം ഫീ സിർബിഹി, അവൻ ജീവിക്കുന്ന രാജ്യത്ത് സുരക്ഷിതത്വം ലഭിച്ചു. ഇന്ദ ഖൂത്ത് യൗമിഹി, ഓരോ ദിവസത്തിനും ആവശ്യമായ ഭക്ഷണം ഒരാൾക്ക് ലഭിച്ചാൽ, ആരോഗ്യം എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. ഈമാൻ കഴിഞ്ഞാൽ അല്ലാഹു നൽകുന്ന മറ്റൊരു വലിയ അനുഗ്രഹമാണ്, ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഈമാൻ കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആഫിയത്ത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. മനുഷ്യന്മാർ ഏറ്റവും കൂടുതൽ വഞ്ചിതരായി പോകുന്ന അനുഗ്രഹമാണ് ആഫിയത്ത്, ആരോഗ്യം എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തത്, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹവ്വുലി ആഫിയതിക. അല്ലാഹുവേ, ആഫിയത്ത് തെറ്റുന്നതിൽ നിന്ന്, ആഫിയത്ത് മാറിയിട്ട് രോഗം വരുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. വലിയ അനുഗ്രഹമാണ്. അപ്പോൾ ഒരാൾക്ക് ആഫിയത്ത് ലഭിച്ചു കഴിഞ്ഞാൽ, അതുപോലെ ആമിനം ഫീ സിർബിഹി, രാജ്യത്ത് സുരക്ഷിതത്വം, അയൽവാസികളുടെ ശല്യമില്ല, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ജീവിക്കുന്ന രാജ്യത്ത് സുരക്ഷിതമായി നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്ക്, ലോകത്തിന്റെ എത്രയോ രാജ്യങ്ങളിൽ, എത്രയോ സംസ്ഥാനങ്ങളിൽ സ്വസ്ഥതയോടെ മുസ്ലിമായതിന്റെ പേരിൽ ജീവിക്കാൻ പറ്റാത്ത കാലഘട്ടമാണ്. അപ്പൊ ഇങ്ങനെ സുരക്ഷിതമായി അവൻ നിലകൊള്ളുന്ന രാജ്യത്ത് സുരക്ഷിതത്വമുണ്ട് എങ്കിൽ, അതുപോലെ ഇന്ദ ഖൂത്ത് യൗമിഹി, ഓരോ ദിവസത്തിനും ആവശ്യമായ ഭക്ഷണം അവന് നേടിയെടുക്കാൻ അന്നത്തെ ദിവസം അന്നത്തെ സമ്പാദ്യം കൊണ്ട് കഴിഞ്ഞുകൂടുന്നുണ്ട് എങ്കിലേ ഫകഅന്നമാ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഹീസത്തു ലഹു ദുനിയാ, ദുനിയാവ് നേടിയവനെ പോലെയാണ്. അപ്പൊ ഈ 3 അനുഗ്രഹം ഉണ്ടോ? നമുക്കെല്ലാം കിട്ടി എന്നർത്ഥം. ഒരുപാട് വേണമെന്നില്ല. നമുക്ക് കിട്ടാത്ത അനുഗ്രഹങ്ങളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ നമുക്ക് പരീക്ഷണങ്ങൾ നൽകും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹങ്ങളും നൽകും. പരീക്ഷണത്തിന്റെ ലോകമാണ്. ഈ പരീക്ഷണത്തിന്റെ ലോകത്ത് നമുക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. എങ്കിൽ പോലും ഈ 3 വിഷയമെങ്കിലും നിനക്ക് കിട്ടിയിട്ടുണ്ടോ? ഈ പറയപ്പെട്ട 3 വിഷയമെങ്കിലും നിനക്ക് ലഭിച്ചിട്ടുണ്ടോ? നീ വലിയ നേട്ടത്തിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതോടൊപ്പം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഉപദേശിച്ച 7 ഉപദേശങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ 7 വിഷയങ്ങൾ. ഈ 7 വിഷയങ്ങൾ ദുനിയാവിന്റെ പ്രയാസം നമ്മൾ അറിയില്ല, ദുനിയാവിലുള്ള ഇടങ്ങേറുകൾ നമ്മളെ ബാധിക്കില്ല, ദുനിയാവിൽ വെറുതെ സങ്കടപ്പെടേണ്ട കാര്യമില്ല, ദുനിയാവിൽ ടെൻഷൻ അടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല. ഈ 7 ഉപദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ, ഈ 7 ഉപദേശങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ, ഈ 7 ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവോട് അല്ലാഹുവിന്റെ റസൂൽ ഉപദേശിച്ചു കൊടുത്തതാണ്, ടെൻഷൻ ഇല്ലാതെ ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 7 വിഷയങ്ങൾ പഠിച്ചു വെച്ചോ. ഈ 7 വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നോളൂ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, അമറനി ബിഹുബ്ബിൽ മസാകീൻ, എന്റെ ഖലീലിന്റെ ഹബീബ് അമറനി ഖലീലി ബിസബീൻ, 7 വിഷയങ്ങൾ എന്നോട് കൽപ്പിച്ചു അല്ലാഹുവിന്റെ റസൂൽ. 1, അമറനി ബിഹുബ്ബിൽ മസാകീൻ, മിസ്കീന്മാരോട് സ്നേഹം കാണിക്കണം എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളും അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. എല്ലാം അല്ലാഹുവിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, നമ്മൾ ഉൾക്കൊണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിനക്ക് അല്ലാഹു സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ
ആ സമ്പത്തിന്റെ പേരിൽ അഹങ്കരിക്കാതെ പാവപ്പെട്ട ആളുകളോട് നീ ഹുബ്ബ് കാണിച്ചാൽ, അവരോടൊന്ന് ചിരിച്ചു കഴിഞ്ഞാൽ, അവരൊന്ന് മുസാഫഹത്ത് ചെയ്തു കഴിഞ്ഞാൽ, അവരെ ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ, അത് നിന്റെ മനസ്സിന് വല്ലാത്ത സന്തോഷവും സമാധാനവും ഉണ്ടാകും. ഒരാളുടെ മുഖത്ത് നോക്കി ചിരിച്ചാൽ പോലും നമ്മുടെ ജീവിതത്തിന്റെ ടെൻഷനിന്റെ ഒരു ഭാഗം മഞ്ഞുപോലെ ഒലിച്ചു പോകുമെന്നാണ് ബുദ്ധിമാന്മാർ ശാസ്ത്രം പോലും പറയുന്നത്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഉപദേശിക്കുന്ന ഒന്നാമത്തെ ഉപദേശം, മിസ്കീന്മാരോട് നീ സ്നേഹം കാണിക്കുക. ഞാനൊന്നവന് കൈ കൊടുത്താൽ, ഞാനൊന്നവനോട് പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ അവന് വലിയ ആശ്വാസമാകുമെന്നുള്ള ചിന്തയോടെ അവരോടൊന്ന് സ്നേഹപ്രകടനം നടത്തിയാൽ അത് വല്ലാത്ത ആശ്വാസമാണ്. അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവോട് അങ്ങനെ ചെയ്യണേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ ഉപദേശിക്കുകയാണ്. രണ്ടാമത്, അമറനി അൻ അൻളുറ ഇലാ മൻ ഹുവ ദൂനി, നിന്നേക്കാൾ താഴെയുള്ളവരിലേക്ക് നീ നോക്കണം, നിന്നേക്കാൾ സമ്പത്ത് കുറഞ്ഞവരിലേക്ക് നോക്കണം, നിന്നേക്കാൾ ചെറിയ വാഹനമുള്ളവരിലേക്ക് നോക്കണം, നിന്നേക്കാൾ സൗകര്യങ്ങൾ കുറഞ്ഞവരിലേക്ക് നോക്കണം, നിന്റെ ഭവനത്തിനേക്കാൾ ചെറിയ ഭവനങ്ങളിലേക്ക് നോക്കണം. അങ്ങനെ നീ നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് ടെൻഷൻ ഉണ്ടാകൂല, നിന്റെ മനസ്സിന്റെ പ്രയാസങ്ങളൊക്കെ ഒലിച്ചു പോകുന്നതാണ്. ഒരു വേവലാതിയും ഒരു സങ്കടവും ഒരു പരീക്ഷണവും ഒരു ബേജാറും ഒരു പ്രയാസവും നിനക്ക് അനുഭവിക്കേണ്ടി വരില്ല. അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ഉപദേശിച്ചതാണ്. മൂന്നാമതായി അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, വലാ അൻദുറ ഇലാ മിൻ ഫൗഖി ഇലാ മൻ ഫൗഖി, മുകളിലുള്ള ആളുകളിലേക്ക് നീ നോക്കരുത്, നിന്നേക്കാൾ സമ്പത്ത് കൂടിയവരിലേക്ക്. ഇന്ന് നമ്മുടെ പ്രശ്നവും അതാണ്. പിന്നെ എങ്ങനെ നമ്മുടെ ടെൻഷൻ മാറും? നമ്മൾ നോക്കുന്നത് നമ്മളെക്കാൾ താഴെയുള്ള ആളുകളിലേക്കല്ല, നമ്മളെക്കാൾ സമ്പത്ത് കൂടിയവരിലേക്കാണ്, നമ്മളെക്കാൾ നല്ല വാഹനമുള്ളവരിലേക്കാണ്, നമ്മളെക്കാൾ വലിയ വീടുള്ളവരിലേക്കാണ്, നമ്മളെക്കാൾ വലിയ സൗകര്യങ്ങളിൽ ഉള്ളവരിലേക്കാണ്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷൻ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്, നിന്നേക്കാൾ മഹത്വമുള്ള അനുഗ്രഹമുള്ള സൗകര്യങ്ങളുള്ള ആളുകളിലേക്ക് നീ നോക്കരുത്. തഖ്വയുടെ വിഷയത്തിൽ നമുക്ക് നോക്കാം. തഖ്വയുടെ വിഷയത്തിൽ നമ്മൾ അങ്ങനെയുള്ളവരിലേക്കാണ് നോക്കേണ്ടത് കേട്ടോ. അത് നാലാമതായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുന്നു, വഅമറനി അൻ അസ്ല റഹീം, കുടുംബബന്ധം ചേർക്കണേ എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് കൽപ്പിച്ചു. കുടുംബബന്ധം ചേർത്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പോസിറ്റീവ് എനർജി വലുതാണ്. നമ്മുടെ കുടുംബങ്ങളുമായി നമ്മൾ പിണങ്ങിക്കഴിയുമ്പോഴും നമുക്ക് എത്രത്തോളം സൗകര്യങ്ങളുണ്ട്, എത്രത്തോളം സമ്പത്തുണ്ട്, എന്തൊക്കെ അനുഗ്രഹങ്ങളും ആഗ്രഹങ്ങളും എന്തൊക്കെ നേട്ടങ്ങളും നമ്മൾ കൈവരിച്ചിട്ടുണ്ടെങ്കിലും എന്തൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും നാം ചില ആളുകളോട് പിണങ്ങിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ചില ബന്ധങ്ങൾ ചേർക്കേണ്ടുന്ന ബന്ധങ്ങൾ നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ അത് വല്ലാത്ത ഒരു പ്രയാസമായി, ടെൻഷനായി, ഒരു മറഞ്ഞ ദുഃഖമായി നമ്മുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കും എന്ന് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് ടെൻഷൻ മാറാനുള്ള മറ്റൊരു വിഷയമാണ് നമ്മൾ നമ്മുടെ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുക എന്നുള്ളത്, കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത്. ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുപോലെ മറ്റുള്ള കുടുംബങ്ങളെ, അണുകുടുംബങ്ങളെ, കൂട്ടുകുടുംബങ്ങളൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കണം. എത്രയോ ആളുകളുണ്ട് വൃദ്ധസദനങ്ങളിൽ മാതാപിതാക്കളെ കൊണ്ടുപോയി ചേർത്തി വലിയ ആഡംബരത്തോടെ ജീവിക്കുന്നവർ. അവർ വലിയ ആഡംബരത്തിൽ എത്ര സൗകര്യത്തിൽ ജീവിച്ചാൽ പോലും ഉമ്മ വൃദ്ധസദനത്തിലാണല്ലോ എന്നൊരു ചിന്ത വേട്ടയാടിക്കൊണ്ടിരിക്കും. ടെൻഷൻ ഉണ്ടാകും, സമാധാനം ഉണ്ടാകൂല. എത്ര വലിയ ആഡംബര കാറിൽ സഞ്ചരിച്ചാലും, എത്ര വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ അന്തിയുറങ്ങിയാലും, എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെങ്കിലും സമാധാനം ഉണ്ടാവുകയില്ല. അപ്പോൾ ടെൻഷൻ ഇല്ലാതിരിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാലാമത്തെ ഉപദേശം അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല പറയുന്ന, അമറനി അൻ അസ്ല റഹീം, കുടുംബബന്ധം ചേർക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ ഉപദേശം, അൻ അഖൂല ബിൽ ഹഖി വ ഇൻ കാന മുറ, എത്ര കൈപ്പുള്ളതാണെങ്കിലും നീ സത്യം മാത്രം പറയണം. സത്യം പറഞ്ഞാൽ നിനക്ക് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം. ആ നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നീ കള്ളം പറഞ്ഞാൽ ആ കള്ളത്തിന്റെ പേരിൽ നീ ടെൻഷൻ അടിക്കേണ്ടി വരും. കളവ് പറഞ്ഞതിന്റെ പേരിൽ ടെൻഷൻ അടിക്കേണ്ടി വരും. ടെൻഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുമാണ് നീ കള്ളം പറയുന്നതെങ്കിൽ അത് നേരെ തിരിച്ചടിയാകും. അതിന്റെ പേരിൽ, കള്ളം പറഞ്ഞതിന്റെ പേരിൽ നിനക്ക് വേറെ ടെൻഷൻ വരും, വേറെ പ്രയാസം വരും, അതൊരു ഭാരമായി നിന്റെ മുകളിൽ നിലകൊള്ളും. അതുകൊണ്ട് എത്ര കൈപ്പുള്ളതാണെങ്കിലും നീ സത്യം മാത്രം പറയണമെന്ന് എന്നോട് എൻ്റെ ഖലീൽ ഉപദേശിച്ചു എന്ന് അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ആറാമത്തെ വിഷയം എന്നുള്ളത്, അല്ലാ
തഖാഫ ഫില്ലാഹി ലൗമത ലായിം, അള്ളാഹുവിന്റെ വിഷയത്തിൽ ആരെയും നീ ഭയപ്പെടരുത് എന്ന് എൻ്റെ ഖലീൽ വിഷയത്തിൽ. നമ്മൾ ഭയപ്പെടേണ്ടത് അള്ളാഹുവിനെ മാത്രമാണ്. അള്ളാഹുവിനെ അല്ലാത്തവരെ നമ്മൾ ഭയപ്പെട്ട് കഴിഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടാതിരുന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ടെൻഷൻ ശാശ്വതമായ ടെൻഷനാണ്, വളരെയധികം നീണ്ടു നിൽക്കുന്ന പ്രയാസമാണ്. മറ്റുള്ളവരെ നമ്മൾ പേടിക്കാതിരുന്നാൽ ചിലപ്പോൾ ചെറിയ ചെറിയ ടെൻഷനുകൾ, ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്നാൽ അള്ളാഹുവിനെയാണ് നാം ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടിട്ടില്ല എങ്കിൽ അവിടെ നമ്മൾ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ടി വരുമെന്ന് നമ്മൾ ചിന്തിക്കുക. ഏഴാമതായി അബൂദരിൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു ഇവിടുന്ന് പറയുകയാണ്, അൻ ഉക്സിറ ലാ ഹൗല, എന്നോട് എൻ്റെ ഖലീൽ ഉപദേശിച്ചു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ദിക്ർ അധികരിപ്പിക്കണം. അത് സ്വർഗത്തിലെ നിധിയാണ്, അത് അർശിന്റെ താഴ്ഭാഗത്തുള്ള നിധിയാണ്. അതിൽ ഒരുപാട് വിഷയങ്ങൾക്കുള്ള പരിഹാരമുണ്ട്. 99 രോഗങ്ങൾക്കുള്ള പരിഹാരമുണ്ട്. ആ 99 രോഗങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലയിലൂടെ പരിഹാരം നൽകുമ്പോൾ ആ 99 എണ്ണത്തിലെ ഏറ്റവും ചെറിയ രോഗം എന്താണെന്നറിയോ? ഐസറുഹ അൽ ഹമ്മു, അതിലെ ഏറ്റവും ചെറിയ രോഗം ദുഃഖമാണ്, ടെൻഷനാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ടെൻഷൻ മാറാൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന് ചൊല്ലാൻ എത്ര സെക്കൻഡ് നമുക്ക് വേണം? അതൊന്ന് എണ്ണം പിടിച്ച് 11 പ്രാവശ്യം ചൊല്ലിത്തീർക്കാൻ എത്ര സെക്കൻഡ് നമുക്ക് വേണം? അതൊന്ന് എണ്ണം പിടിച്ച് 100 മിനിറ്റ് 100 പ്രാവശ്യം ചൊല്ലിത്തീർക്കാൻ എത്ര മിനിറ്റ് നമുക്ക് വേണം എന്ന് നമ്മൾ ചിന്തിക്കുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ദിക്ർ നമ്മൾ എത്രത്തോളം അധികരിപ്പിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ നീങ്ങി കിട്ടും. 99 രോഗങ്ങൾക്കുള്ള പരിഹാരമാണ്. അതിൽ ഏറ്റവും ചെറിയ രോഗം എന്നുള്ളത് ടെൻഷനാണ്. ടെൻഷൻ തന്നെ വലിയ രോഗമാണ്. ലാ ഹൗല കൊണ്ട് പരിഹരിക്കപ്പെടുന്ന രോഗങ്ങളിൽ ഏറ്റവും ചെറുത് ടെൻഷനാണെന്ന് മാത്രം. അപ്പൊ ലാ ഹൗല കൊണ്ട് പരിഹരിക്കപ്പെടുന്ന രോഗങ്ങളിൽ ഏറ്റവും വലിയ രോഗം എന്തായിരിക്കും? അതത്രത്തോളം ശക്തിയുള്ള രോഗം തന്നെയായിരിക്കും. അത്രത്തോളം ശക്തിയുള്ള രോഗം പോലും ലാ ഹൗല കൊണ്ട് മാറിക്കിട്ടുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂൽ അബൂദരിൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹുവോട് ഉപദേശിച്ച 7 ഉപദേശങ്ങളാണ്. ഈ ഉപദേശങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഈ ഹദീസുകളെ, ഈ ഉപദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ, ഒരാൾ ജീവിച്ചു കഴിഞ്ഞാൽ, ഈ ഉപദേശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സഹോദരൻ ഒരു സഹോദരിയെ ജീവിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ടെൻഷൻ അടിക്കേണ്ടി വരില്ല, അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല. അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങൾ അതൊക്കെ നിഷ്പ്രയാസം കൈകാര്യം ചെയ്യാനും തരണം ചെയ്യാനും അവർക്ക് കഴിയും. അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളെ ആസ്വദിക്കാനും അനുഭവിക്കാനും അവർക്ക് കഴിയും. മറ്റൊന്നും ഇല്ലെങ്കിൽ പോലും ഐശ്വര്യവാനായി ജീവിക്കാൻ അവന് കഴിയും. ഏറ്റവും വലിയ ഐശ്വര്യവാനും ഏറ്റവും വലിയ സമ്പന്നും മാനസികമായിട്ടെങ്കിലും നേടിയെടുക്കാൻ അവന് കഴിയുമെന്ന വിഷയത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഈ ഹദീസുകളെ, ഉപദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അത് വലിയ നേട്ടമാണ്. ടെൻഷനില്ലാതെ ജീവിക്കാൻ, പരീക്ഷണങ്ങളെ തരണം ചെയ്യാൻ, അനുഗ്രഹങ്ങളെ ആസ്വദിക്കാൻ നമ്മെ സഹായിക്കുന്നതാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.